നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാത്തോമാ ന്യൂസ്. നിറപേറുന്നീയും നീതി വിളങ്ങിടും നല്ലൊരു രാത്രിയും അടിയാർക്കു നൽകണമേ. മാത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ 113ാമത് സമ്മേളനത്തിന് അനുഗ്രഹീത ആരംഭം. തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച സമ്മേളനം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്തുന്ന അഭിലാഷങ്ങളെ രൂപപ്പെടുത്തുവാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയണമെന്ന് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. അഭിലാഷങ്ങളുടെ കൂടാരമാണ് ഓരോ യുവ മനസ്സും. ഈ അഭിലാഷങ്ങൾ പ്രതീക്ഷയും സ്വപ്നവും ലക്ഷ്യവും നൽകുന്നു. അഭിലാഷങ്ങളുടെ പിന്നിലെ പ്രചോദനം സ്വയത്തിന്റെ പ്രദർശനമല്ല, മറിച്ച് ദൈവിക പദ്ധതിയോട് ചേർന്ന് അപരോന്മുഖമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതാണെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. How will it mirror God's hope for the world? Inspirations, the breath behind the journey. While aspirations define where you want to go, inspiration gives you the why and the how. ക്രിസ്തു സ്നേഹത്താൽ പ്രചോദിക്കപ്പെട്ട് ദൈവിക വിളിക്ക് അനുസൃതമായി ജീവിതാഭിലാഷത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ചുറ്റുപാടുകളുടെ രൂപാന്തരം സാധ്യമാകുന്നത്. ദൈവിക മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അഭിലാഷങ്ങളെ ചിട്ടപ്പെടുത്തണമെന്നും മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. കോൺഫറൻസ് ഉപരക്ഷാധികാരി മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സ്വയം കൊല്ലുകയും നശിക്കുകയും ചെയ്യുന്ന ലോകത്ത് ജീവന്റെ വക്താക്കളാകുവാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആശംസകൾ നേർന്നു. ദൈവഹിതം കേൾക്കുകയും ദൈവിക പദ്ധതിയിൽ ഭാഗമാകുകയും വേണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ദൈവരാജ്യ മൂല്യങ്ങളോട് യെസ് പറയുകയും ലോകമൂല്യങ്ങളോട് നോ പറയുകയും ചെയ്തവരാണ് ലോകത്തെ മാറ്റിമറിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം, ഡോക്ടർ ജോസഫ് മാർ റിവാനിയോസ്, ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ തിയോഫിലോസ് മെത്രാപ്പൊലീത്ത, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, കോൺഫറൻസ് പ്രസിഡന്റ് റവറൻ പോൾ ജേക്കബ്, അടൂർ ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ, ട്രഷറർ ബിനു പി രാജൻ, സ്റ്റുഡന്റ് സെക്രട്ടറിമാരായ സയന സാം, ഏബൽ ജോസ്, AR റോഹൻ, ജോയിന്റ് സെക്രട്ടറി ഏബൽ തോമസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാജു കെ ജോൺ, ട്രഷറർ സുരേഷ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. AI ഫോർ ലൈഫ് എന്ന വിഷയത്തിൽ 4 ദിവസങ്ങളിൽ ചർച്ചകളും പഠനങ്ങളും നടന്നു. വിദ്യാർത്ഥി സമൂഹത്തിന് പുത്തൻ അഭിലാഷങ്ങളും പ്രചോദനവും നിറച്ചാണ് 113ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിന് തിരശീല വീണത്. ലോകമെങ്ങുമുള്ള വിദ്യാർത്ഥികളുടെ അസാധാരണ പങ്കാളിത്തം കൊണ്ടും വിഷയ സവിശേഷത കൊണ്ടും വേറിട്ട അനുഭവമായിരുന്നു 4 ദിവസം നീണ്ട കോൺഫറൻസ്. 600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കോൺഫറൻസിൽ സമൂഹം ആദരിക്കുന്ന വേറിട്ട വ്യക്തിത്വങ്ങൾ പങ്കുവച്ച ആശയങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പുതിയ അഭിലാഷങ്ങളും പ്രചോദനവും നൽകുന്നതായി. ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻസ് AI ഫോർ ലൈഫ് എന്ന വിഷയത്തിലും അനുബന്ധ വിഷയങ്ങളിലും 4 ദിവസങ്ങളിലായി പഠനങ്ങളും ആശയ സംവാദങ്ങളും നടന്നു. എൻലിവൻ ലൈഫ് ബിയോണ്ട് എക്സ്ക്യൂസസ്, റിയൽ ആൻഡ് റിയൽ യൂത്ത് ആസ്പിറേഷൻസ് ഇൻ സ്റ്റോറീസ് ആൻഡ് സ്ക്രീൻസ്, ഗ്രിറ്റ് ആൻഡ് ഗ്രേസ്, റിയൽ ലൈഫ്, റിയൽ ഫെയ്ത്ത്, ചർച്ച് ഗ്രോൺ, വേൾഡ് നോൺ, മാർത്തോമാസ് ജെംസ്, ചർച്ച് ഫ്ലോയിങ് ലൈഫ് വിത്തിൻ ആൻഡ് ബിയോണ്ട്, ഇൻസ്പിറേഷൻസ് ഫോർ സെൽഫ്, ആസ്പിറേഷൻസ് ഫോർ സൊസൈറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ ഗൗരവമായ ആശയ സംവാദങ്ങൾ ഉണ്ടായി. സ്വന്തം അനുഭവങ്ങളിൽ ചാലിച്ചെടുത്ത വിഷയ അവതരണങ്ങൾ വിദ്യാർത്ഥികൾക്കും പുതുമയാർന്ന അനുഭവമായി മാറി. കൃഷ്ണകുമാർ, മാരിയത്ത് CH, പ്രിറ്റി എബ്രഹാം, റവറൻ ഡോക്ടർ മോത്തി വർക്കി, ബ്ലസി, ബെന്യാമിൻ, റവറൻ റെജി തോമസ്, ഡോക്ടർ മാത്യു ലൂക്ക്, റവറൻ നരേഷ് ബാബു, ബെൻസൺ തോമസ് ജോർജ്, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA, KG എബ്രഹാം, ഡോക്ടർ സഗി ജോൺ, റവറൻ PV ഷിബു, റവറൻ ഡോക്ടർ ജോൺ G മാത്യൂസ്, ഡോക്ടർ സെലിൻ എബ്രഹാം, ഇവാഞ്ചലിസ്റ്റ് മാത്യു K തമ്പി, ഡോക്ടർ റാഷിദ് ഗസാലി, ഡോക്ടർ LC ഉമ്മൻ തുടങ്ങിയവർ മുൻപോട്ട് വെച്ച ചിന്തകൾ വേറിട്ടതായി. റവറൻ റോബിൻ റോയ്, റവറൻ റെൻസി തോമസ് ജോർജ്, ആൽവിൻ അലക്സാണ്ടർ എന്നിവർ ബൈബിൾ പഠനങ്ങൾക്കും വിഷയാവതരണത്തിനും നേതൃത്വം നൽകി. സമാപന ദിവസം ജോസഫ് അന്നംകുട്ടി ജോസ് ക്രിസ്തു എനിക്ക് എങ്ങനെ പ്രചോദനമായി എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവം പകരുന്നതായി. കോൺഫറൻസ് രക്ഷാധികാരി മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. ദൈവനിയോഗം തിരിച്ചറിഞ്ഞും ദൈവരാജ്യ ശുശ്രൂഷയിൽ പുതിയ നിയോഗങ്ങൾ സ്വീകരിച്ചുമായിരുന്നു വിദ്യാർത്ഥികളുടെ മടക്കം.
നാലാമത് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത സ്മാരക പ്രഭാഷണം മെയ് 4 ഞായറാഴ്ച കുമ്പനാട് മാർത്തോമ വലിയ പള്ളിയിൽ നടക്കും. വൈകുന്നേരം 4 ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. മനുഷ്യന് ഒരു അവതാരിക എന്ന വിഷയം അടിസ്ഥാനമാക്കി ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത പ്രഭാഷണം നടത്തും. കുമ്പനാട് മാർത്തോമ വലിയ പള്ളി, ഇരവിപേരൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവക ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമെന്ന് സഭാ സെക്രട്ടറി റവറന്റ് എ.ബി.ടി. മാമൻ അറിയിച്ചു. വ്യക്തിഗത സഹായങ്ങൾ ഗുണഭോക്താക്കളെ ഉത്സാഹികളാക്കി മാറ്റുവാൻ വേണ്ടിയായിരിക്കണമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത പറഞ്ഞു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം വികസന സംഘം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത വികസന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് തോമസ് കോശി പനച്ചമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. വികസന സംഘം ഭദ്രാസന സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ, ഭദ്രാസന ട്രഷറർ അനു ഫിലിപ്പ്, ബിഷപ്പ് സെക്രട്ടറി റവറന്റ് അരുൺ തോമസ്, റവറന്റ് ബിനു തോമസ്, റവറന്റ് തോമസ് ജോർജ്, ട്രഷറർ മനോജ് ഡേവിഡ് കോശി, കേന്ദ്ര കമ്മിറ്റി അംഗം സാം മുള്ളംകാട്ടിൽ, ജെസി സൈബു എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസനത്തിലെ ഏറ്റവും മികച്ച വികസന സംഘത്തിനുള്ള വികസന രത്ന പുരസ്കാരം പെരുന്നാട് ബദേൽ മാർത്തോമ സംഘത്തിന് സഫ്രഗൻ നൽകി. ഭദ്രാസനത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന വൈസ് പ്രസിഡന്റ് റവറന്റ് തോമസ് പി കോശിക്ക് ഉപഹാരം നൽകി. വികസന സംഘം ഏർപ്പെടുത്തിയ 6 മാസ കമ്പ്യൂട്ടർ പരിശീലന പരിപാടി സൗജന്യമായി നടപ്പാക്കിയ നൈനാൻസ് കമ്പ്യൂട്ടർ സ്ഥാപന ഡയറക്ടർ ജോജി മാത്യുവിന് ഉപഹാരവും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മാർത്തോമ സഭ അടൂർ ഭദ്രാസനത്തിന്റെ പ്രതിദിന സൗജന്യ പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിയായ സ്നേഹമന്നയ്ക്ക് 1 വയസ്സ്. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അടൂർ സർക്കാർ ആശുപത്രിയിൽ പ്രതിദിനം 200 രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം ഒരുക്കുന്നത്. അനുഗ്രഹ ലഹരി വിമോചന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള വിശപ്പ് രഹിത അടൂർ പദ്ധതിയും നിർധനർക്ക് ആശ്വാസമാകുന്നു. സ്നേഹമന്യയുടെ 1ാം വാർഷികവും മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ ജന്മദിന സ്തോത്ര ശുശ്രൂഷയും അടൂർ സ്പിരിച്വാലിറ്റി സെന്ററിൽ ഒരുക്കി. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയസ് മാർ അപ്രേം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യൻ സൗജന്യ ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ജനറൽമാരായ വെരി റവറന്റ് കെ.വി. ചെറിയാൻ, വെരി റവറന്റ് ടി.കെ. മാത്യു, ഭദ്രാസന സെക്രട്ടറി റവറന്റ് ബേബി ജോൺ, ട്രഷറർ ബിനു പി. രാജൻ എന്നിവർ സംസാരിച്ചു. ഭദ്രാസനം ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് പദ്ധതിയിലൂടെ പ്രതിദിനം ഒരാൾക്ക് സഹായം ലഭ്യമാകും. സ്നേഹമന്ന വാർഷികത്തിന്റെ ഭാഗമായി പുതിയ ഒരു ആശുപത്രിയിൽ കൂടി സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന വികാരി ജനറലായി വെരി റവറന്റ് ഡോക്ടർ സാംസണം ജേക്കബ് ചുമതലയേറ്റു. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റവറന്റ് ഡോക്ടർ ഈശോ മാത്യു, ഭദ്രാസന സെക്രട്ടറി റവറന്റ് അലക്സ് എബ്രഹാം, ഭദ്രാസന ട്രഷറർ നോബിൾ തോമസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന ട്രഷറർ ജോജി ചെറിയാൻ, അഡ്വക്കേറ്റ് ജെയിംസ് മാത്തൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭ മെയ് 4 ഭൂഭവന ദാന പ്രസ്ഥാന ദിനമായി ആചരിക്കും. മെത്രാപ്പൊലിത്തയുടെ പട്ടത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭ ആവിഷ്കരിച്ച അഭയ പദ്ധതിയിലൂടെ ഇതുവരെ 102 വീടുകൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞതായി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഇടവകകൾക്കയച്ച സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു. 75 വീടുകൾ നിർമ്മിക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യമെങ്കിലും അപേക്ഷകരുടെ ബാഹുല്യം കാരണം ലക്ഷ്യം 150 വീടുകളിലേക്ക് നീണ്ടു. 74 പേർക്ക് ഭൂമിയും വീടും നൽകുവാൻ കഴിഞ്ഞു. 48 വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഭൂഭവനദാന പ്രസ്ഥാനത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ഉദ്യമങ്ങൾ വിജയിപ്പിക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മെത്രാപ്പൊലിത്ത ഉദ്ബോധിപ്പിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറിയായിരുന്ന റവറന്റ് ടി.എ. കോശി സ്മാരക പ്രഭാഷണം കവിയൂർ മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. CCA ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര പ്രഭാഷണം നിർവഹിച്ചു. വികാരി ജനറൽമാരായ വെരി റവറന്റ് ഡി. ഫിലിപ്പ്, വെരി റവറന്റ് C.K. മാത്യു, വെരി റവറന്റ് ജയൻ തോമസ്, വെരി റവറന്റ് തോമസ് ചെറിയാൻ, സുവിശേഷകൻ മാത്യു ജോൺ, റവറന്റ് വർഗീസ് ചെറിയാൻ, ജോർജ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭാ കൗൺസിൽ മുൻ അംഗം, ഇൻഡിഗോ എയർലൈൻ സീനിയർ കമാൻഡർ ക്യാപ്റ്റൻ J.M. തോമസിനെ ഹൈദരാബാദ് ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. വ്യോമയാന മേഖലയിൽ 40 വർഷത്തെ അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റൻ തോമസ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ സമയത്ത് ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് 2 ചാർട്ടർ വിമാനങ്ങൾ പറത്തി കുടുങ്ങിപ്പോയ പ്രവാസികളെ രക്ഷിച്ചു.
ചെന്നൈ കേരള പ്രളയകാലത്ത് അടിയന്തര സഹായം ഏകോപിപ്പിച്ചു. കലാപകാലത്ത് മണിപ്പൂർ കുട്ടികളെ മാർത്തോമ സഭയ്ക്ക് വേണ്ടി കേരളത്തിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകി. ഡൽഹി ദ്വാരക സെന്റ് ജെയിംസ് മാർത്തോമ ഇടവക അംഗമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരുന്നു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരി പ്രിൻസിപ്പലായി റവറന്റ് ഡോക്ടർ MC തോമസ് ചുമതലയിൽ പ്രവേശിച്ചു. പ്രിൻസിപ്പലായിരുന്ന റവറന്റ് ഡോക്ടർ VS വർഗീസ് സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച ഒഴിവിലായിരുന്നു പുതിയ നിയമനം. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, മുൻ പ്രിൻസിപ്പൽ റവറന്റ് VS വർഗീസ്, റവറന്റ് P ഷിബി വർഗീസ്, റവറന്റ് ഡോക്ടർ P ജോൺ ഫിലിപ്പ്, റവറന്റ് ബ്ലൈസു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.